താമരശ്ശേരി രൂപതയുടെ പിതാവ് ആദരണീയനായ പാംപ്ലാനി കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്നൊരു പരിപാടിയിൽ വളരെ വികാരഭരിതനായി പ്രസംഗിക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ കരച്ചിലിൻ്റെ വക്കോളം എത്തിക്കൊണ്ടാണ് പാംപ്ലാനി ചില കാര്യങ്ങൾ ആ പ്രസംഗത്തിൽ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ചില നസ്രാണികൾ ബോധപൂർവം ഹിജാബ് വിവാദം ഉണ്ടാക്കിയ സാഹചര്യത്തിൽ കരച്ചിലിൻ്റെ വക്കോളം എത്തിയ പാംപ്ലാനിയുടെ ആ വാക്കുകൾ നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. മതം വിശ്വസിക്കാനോ തെരഞ്ഞെടുക്കാനോ പ്രചരിപ്പിക്കാനോ മനുഷ്യർക്ക് അവകാശമില്ല. കർണാടകത്തിൽ മാത്രമല്ല, ഉത്തരേന്ത്യയില് ഇതുപോലെ ഓവയിട്ട് അച്ഛന്മാർക്ക് നടക്കാൻ അവകാശമില്ല. കന്യാസ്ത്രീ അമ്മമാർക്ക് തങ്ങളുടെ തിരുവസ്ത്രം ധരിക്കാൻ അവകാശമില്ല. ഇതുപോലൊരു കുരിശുമാല ഇട്ടാല് നീ ജീവനോടെ തിരിച്ചു കയറുമെന്ന് ഉറപ്പു പറയാൻ മേലാത്ത ഗതികേടിന്റെ ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. കേട്ടില്ലേ പാംപ്ലാനി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? കർണാടകയിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ ഒട്ടാകെ ക്രൈസ്തവ വിശ്വാസികൾക്ക്, മിഷണറി പ്രവർത്തകർക്ക് അവരുടെ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സഭ നിർദ്ദേശിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരികയാണ്. ഒരു കുരിശുമാല കഴുത്തിൽ ധരിച്ച് പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ ജീവനോടുകൂടി തിരിച്ചു വരുമോ എന്ന് പോലും ഉറപ്പു പറയാൻ പറ്റാത്ത അതിഭയാനകമായ ഭീതിജനകമായ സാഹചര്യം ഇന്ത്യയിൽ എവിടെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ നിലവിളിച്ച് കരയുകയാണ് സത്യത്തിൽ ഈ പ്രസംഗത്തിൽ പിതാവ് പാംപ്ലാനി ചെയ്തത്. ഈ അവസരത്തിൽ പിതാവ് പാംപ്ലാനിയെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷമാണത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നാളെ നിങ്ങൾക്കും അളന്നു കിട്ടും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ നടപ്പിലാക്കുന്ന വിധികൾക്കും നിങ്ങൾ നടത്തുന്ന അളവെടുപ്പിനും കൃത്യമായി മറ്റൊരു നാട്ടിൽ, മറ്റൊരു ദേശത്ത് നിങ്ങളെ കൃത്യമായി വിധിക്കപ്പെടുകയും നിങ്ങൾക്ക് ആവോളം അളന്ന് കിട്ടുകയുമല്ലേ പിതാവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവരുടെ തല മറച്ച് ക്ലാസ്സിലിരിക്കാനുള്ള അവളുടെ മതപരമായ അവകാശത്തെ, ഭരണഘടനാപരമായ മൗലികാവകാശത്തെ വകവെച്ചു കൊടുക്കാതെ, അത്തരം സമീപനങ്ങളോട് സഹിഷ്ണുതാപരമായി പെരുമാറാതെ അവരുടെ അവകാശത്തെ ഹനിച്ചുകൊണ്ട് പെരുമാറുന്ന നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനത്ത് ആ രീതിയിൽ തിരിച്ചടി കിട്ടുമ്പോൾ അവിടെ നിങ്ങളുടെ പ്രവർത്തകർക്കും കന്യാസ്ത്രീകൾക്കും സഭാവസ്ത്രങ്ങളും വിശുദ്ധ വസ്ത്രങ്ങളും ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് നിലവിളിച്ച് കരയുന്നതിൽ എന്ത് കാര്യമാണ് പിതാവേ ഉള്ളത്? അത് ഏറ്റവും വലിയ കാപഢ്യമല്ലേ, വൈരുദ്ധ്യമല്ലേ? കേരളത്തിൽ കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത്, മറ്റൊരു ദേശത്ത് മത്തായിയുടെ സുവിശേഷം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ കൃത്യമായി വിധിക്കപ്പെടുകയാണ്, നിങ്ങൾക്ക് അളന്നു കിട്ടുകയാണ്. അതുകൊണ്ട് ആദ്യം ഇത്തരം വൈരുദ്ധ്യങ്ങളും കാപഢ്യങ്ങളും ഇരട്ടത്താപ്പുമൊക്കെ അവസാനിപ്പിച്ച് സത്യസന്ധമായ സമീപനം സ്വീകരിക്കണം പിതാവേ. അങ്ങനെ സ്വീകരിച്ചാൽ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളും ഉണ്ടാവും എന്നുകൂടി ആദരണീയനായ പിതാവിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.